എന്തൊരു ചൊറിച്ചില്. ആശാ വർക്കേഴ്സിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നതല്ല, ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്. പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത്. പെറ്റു വീഴുന്ന കുഞ്ഞുങ്ങൾ വരെ രാഷ്ട്രീയത്തിലേക്കാണ് ചെയ്യുന്നത്. ആ കേരളത്തിലാണ് ആ രാഷ്ട്രീയം പറയുന്നത്. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട്, അവരാണ് അതിന്റെ പിന്നിൽ. നാണമില്ല ഇളമരം കാര്യമേന. എനിക്ക് നാണുമാനൊന്നുമില്ലട ബാല. ദേശാമാനി പത്രം സ്ഥാപിച്ച മനുഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇക്കാലത്ത് ആത്മഹത്യ ചെയ്യും. അതിനകത്ത് ഇങ്ങനെ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടാൽ. കാരണം ആ പത്രം എങ്ങനെയാണ് ഉണ്ടായെന്ന് അയാൾ അന്വേഷിക്കേണ്ടതാണ്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. കുഴപ്പമായി തോന്നുന്നത്. ശ്രീമതി ബിന്ദു, പാട്ടപ്പിരിവുകാരുടെ സമരമാണോ? അല്ല, ഈ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് എന്നാണ് പാട്ടപ്പിരിവും ബക്കറ്റ് പിരിവും ഒക്കെ ഇത്ര മോശമായി തോന്നി തുടങ്ങിയത്? തന്റെ കുടുംബ മഹിമയൊക്കെ എനിക്കറിയാം. ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അവർക്ക് പാട്ടപ്പിരിവ് മോശമായിട്ട് തോന്നുന്നത് അവർക്ക് വേറെ ഫണ്ട് കൊടുക്കാൻ വലിയ വലിയ മുതലാളിമാരുള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അടിസ്ഥാന തൊഴിലാളി വർഗം നടത്തുന്ന സമരങ്ങൾ അവർക്ക് ആക്ഷേപവും അവർക്ക് കുറച്ചിലുമായിരിക്കും. ഏറ്റവും താഴെ കിടക്കുന്ന മിനിമം വേതനം പോലും ലഭിക്കാത്ത പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ ആക്ഷേപിക്കുക എന്നുള്ളതാണോ ഒരു ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ നേതാവ് ചെയ്യേണ്ടത്? ഇതൊന്നും പട്ടാളം പറഞ്ഞോ? സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ മേലെ. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും നമ്മൾ തിരിച്ചറിയണം സഖാവേ. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, എത്ര മോശമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ഞങ്ങളുടെ സംഘടനയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്, ഈ സമരം ചെയ്യുന്ന സംഘടനയിൽ ആളില്ല. അതൊരു കുറ്റമാണോ? കുറ്റമില്ലാത്ത സംഘടനയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇതിനൊരു രാഷ്ട്രീയമുണ്ട്, അത് പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയമാണ്, സംഘടിച്ച് ഇന്ന് സമരം നടത്തുന്നവന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. അപ്പൊ അംഗബലം കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് മോശമാണോ? നീ ആളുകൾ അങ്ങനെ വിലയിരുത്തല്ലേ? ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന എനിക്കറിയാം, പക്ഷെ ഇത്രമാത്രം സീരിയസ് ആവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇതെന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ മനുഷ്യർക്ക് ചിന്തിക്കാൻ ശേഷിയില്ലേ? ഈ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ ശേഷിയില്ലേ? ഇത് 10-ാം തീയതി നമ്മുടെ സമരം തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ ഈ ആക്ഷേപം, ഈ പരിഹാസം. 20,000 പേര് ഉണ്ടെന്ന് പറയുന്ന ആ അംഗസംഖ്യ ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അത് അത്രയും തന്നെ ഉണ്ടോ ഈ സമരം തുടങ്ങിയതിൽ പിന്നെ എന്നുള്ളതും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇരുന്ന് വിശ്രമിക്കാൻ പോവാ, എനിക്ക് ഓർഡറാ. അങ്ങനെ പെമ്പിളை ഒരുവൈ സമരത്തെ വീണ്ടും അധിക്ഷേപിക്കുന്നു. സമാനമായ സമരം അരാജക സംഘടന നേതൃത്വം നൽകുന്ന സമരം എന്ന് അധിക്ഷേപിക്കുന്നു. പാട്ടകുലുക്കുകാർ നേതൃത്വം നൽകുന്ന സമരം, അവരെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, അതാണ് അവരുടെ വരുമാന മാർഗം എന്നും പറയുന്നു. എന്താണ് ഇപ്പോൾ എളമരം കരീമിന്റെ ദൗത്യം? ഈ സമരം പൊളിക്കാനുള്ള കൊട്ടേഷൻ CPM കരീമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ എനിക്കൊരു അല്പം നിർബന്ധത്തിൽ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. 50 രൂപ തന്നാ മതി. എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. കരീം ഇപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. കാരണം കരീം ഈ മാവൂർ ഗോളിയർവൻസിലെ ഒരു താൽക്കാലിക തൊഴിലാളിയായിട്ട് ജീവിതം ആരംഭിച്ച ഒരാളാണ്. ഏത് നാട്ടിലെ ജീവിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. കരീം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലോ മറ്റോ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം CITUവിന്റെ സംസ്ഥാനത്തെ ഭാരവാഹിയാണെന്നൊക്കെയാണ് കേൾവി. ഈ പറഞ്ഞ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റും മറ്റും നടത്തിയിട്ട് മൂലധനത്തിന് പരവതാനി വിരിക്കുന്നതിനിടയിൽ അവർ തൊഴിലാളി താല്പര്യങ്ങൾ പൂർണ്ണമായും കൈയൊഴിയാ ചെയ്യുന്നത്. അതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അതാണ് എന്തു മനുഷ്യനാണ് ഈ കരീമിനെ പോലുള്ള ആളുകൾ. നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഈ മാതിരി ആൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല CPM ഭരിക്കുന്ന ഇപ്പോഴത്തെ ഇതിൽ ഈ പറയുന്ന മന്ത്രിമാരൊക്കെ ആയിരിക്കുന്ന വലിയ CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന അതിന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഇങ്ങനെ വലിയ വായിൽ നീട്ടി പറയുമല്ലോ. ഇതിലെ അടിസ്ഥാന തത്വം ഞാൻ പറഞ്ഞു. നിങ്ങൾ ആ കാര്യമാണ് പറയുന്നതെങ്കിൽ മൂലധനവും അധ്വാനവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ ഈ അധ്വാന ശക്തികളുടെ പക്ഷത്ത് നിൽക്കണം, അല്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് അല്ല. കാലം മാറി സഖാവേ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇങ്ങനെ തടസ്സം നിൽക്കുന്നതാ കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ ശാപം. അതൊരു മുതലാളിത്ത പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ CPM ഒരു മുതലാളിത്ത പാർട്ടിയാണെന്ന് സ്വയം സമ്മതിക്കുന്ന പണിയാണ് അതിന്റെ നേതാവായിട്ടുള്ള ഈ മനുഷ്യൻ നടത്തുന്നത്. പിന്നെ ഈ പറയുന്ന ജനങ്ങളോട് ചോദിച്ച് സംഭാവന വാങ്ങിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം ഈ നടത്താൻ പാടില്ല എന്ന് പറയുന്ന വിവരക്കേട് ഈ മനുഷ്യനെ എവിടുന്ന കിട്ടിയെന്ന് അന്വേഷിച്ച് നോക്കണം. അത് നിനക്ക് ഞങ്ങളുടെ പാർട്ടി പാരമ്പര്യം അറിയാഞ്ഞിട്ടാ. ഈ സ്ത്രീകൾ എന്ത് പാതകമാണ് ചെയ്യുന്നത്? ഈ കരീമിനെ പോലുള്ള പുതിയ പ്രഭുക്കന്മാർക്ക് ഇങ്ങനെ വിറളി പിടിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? അവര് ഈ പറയുന്ന തങ്ങളുടെ അധ്വാനത്തിന് മാന്യമായ വേതനവും മാന്യമായ പരിഗണനയും ലഭിക്കണം. അതില്ല. ഇപ്പോ അതില്ലാത്തതുകൊണ്ട് അവർ സമരത്തിന്റെ വഴിക്ക് വന്നിരിക്കുന്നു. ആ സമരത്തിന് ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്നു. അത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് സാധ്യമല്ല, കരീമിനെ പോലുള്ള പ്രഭുക്കന്മാർക്കല്ലാതെ. പഴയ കാലത്തെ ദേശാമാനി പത്രം സ്ഥാപിച്ച മനുഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇക്കാലത്ത് ആത്മഹത്യ ചെയ്യും. അതിനകത്ത് ഇങ്ങനെ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടാൽ. ഒരു കേസ് കിട്ടിയാൽ അയാൾ അതിൽ നിന്ന് 4 കേസ് ഉണ്ടാക്കും. കാരണം ആ പത്രം എങ്ങനെയാണ് ഉണ്ടായെന്ന് അയാൾ അന്വേഷിക്കേണ്ടതാണ്. ആ പത്രം ഇങ്ങനെ യാചിച്ചിട്ടുണ്ടാക്കിയതാണ്. കേരളത്തിലെ ഈ പറയുന്ന ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ വീട് വീടാന്തരം നടന്ന് തൊഴിലാളികളെ കണ്ട് അവരോട് യാചിച്ചിട്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ദേശാമാനി എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രഭുക്കന്മാർക്ക് അത് അറിയില്ല. അതാണ് പ്രശ്നം. എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതല്ലേലും ഒരു ജാതി റബ്ബറിന്റെ സ്വഭാവമാണ് അല്ലേടോ.
അങ്ങോട്ട് വേണേല അങ്ങോട്ട്, ഇങ്ങോട്ട് വേണേല ഇങ്ങോട്ട്, എങ്ങോട്ട് വേണേ വളയും. ഏതെങ്കിലും മുതലാളി ലോകത്ത് എവിടെയോ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മള്. തൊഴിലാളിയാണ്, കാരണം തൊഴിലാളിയാണ് ചൂഷണം ചെയ്യപ്പെടുന്ന ആള്. ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്ന ആള് നമുക്കറിയാലോ, രാവിലെ മുതൽ രാത്രി വരെ ഈ പറയുന്ന അധ്വാനിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് മാന്യമായ വേതനം ലഭിക്കുന്നുണ്ടോ? ഇവരുടെ മിനിമം വേജസിന്റെ എന്തെങ്കിലും ഒരു തത്വം അവർക്ക് ബാധകമാണോ? അതാണ് ആ 10,000-കണക്കിന് ആളുകളാണ് ഉള്ളത്, സ്ത്രീകളാണ്, അവർക്ക് ജീവിക്കണം. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ നീ. ഇതെന്ത് നാടാണ് മാഷേ? ഇവിടെ കള്ളന്മാരല്ല നല്ല മനുഷ്യരാരും ഇല്ലേ? 1,14,00,000 അദ്ദേഹത്തിന്റെ ആസ്തി. അപ്പൊ 1,14,00,000 ആസ്തിയുള്ള CITUവിന്റെ ദേശീയ നേതാവിന് 283 രൂപ മാത്രം ദിവസക്കൂലി വാങ്ങിക്കുന്ന ഈ ആശാ വർക്കർമാരോട് പുച്ഛം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. വിനു, പണിയെടുത്ത് തന്ന് ജീവിക്കടാ, എന്നെ കളിയാക്കാൻ പറഞ്ഞ ഇവനൊക്കെ 3 മാസം പണിയെടുത്തതിന്റെ പൈസ തന്നിട്ടില്ല. ആ പൈസ താന്ന് പറഞ്ഞ് നടത്തുന്ന സമരമാണ്. ആ സമരത്തിനെയാണ് മുതലാളിമാരുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമര നാടകമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പിന്നെ CITUവിനെ കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല, കാരണം CITU കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഒരു സമരവും ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. ഒരൊറ്റ ക്ലാസ് പഠിക്കാതെ ഈ നിലയിലെത്തിയത് അതെനിക്കറിയാമോ? CITU അവസാനം ചെയ്തിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ മാരുതി ഹരിയാന ഫാക്ടറിയിൽ ചെയ്ത സമരം. അതും ആ സമരം AITUC HMS നടത്തിയ ആ കൂടത്തിൽ പോയി കയറി നിന്നെന്നുള്ളത് മാത്രമേ. തനി രാഷ്ട്രീയക്കാരന്റെ അഭിനയം ഉണ്ടല്ലോ, അത് എന്റെ മുമ്പിൽ വേണ്ട. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയ വോട്ടിന്റെ 1.77% മാത്രം വോട്ട് കിട്ടിയ ഒരു പാർട്ടിയാണ് ഇവിടെ 3 മാസം ശമ്പളം കിട്ടാഞ്ഞിട്ട് സമരത്തിന് വേണ്ടിയിട്ട് 10-15 ദിവസമായിട്ട് ഇവിടെ സമരം ചെയ്യുന്ന ആൾക്കാരോട് എണ്ണ എടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല, പേടിക്കേ വേണ്ട. അതിപ്പോ പെമ്പിളപരമായ സമരം വിജയം തന്നെയല്ലായിരുന്നു. അവർ ചോദിച്ച കൂലി അവർ വാങ്ങിച്ചെടുത്തില്ല. അവർ 20% ഹൈക്കായിരുന്നു ചോദിച്ചത്, അത് വാങ്ങിച്ചെടുത്തു. അപ്പൊ പിന്നെ അതിനകത്ത് ആ സമരത്തിന് ഇത്ര കളിയാക്കാൻ എന്തായിരിക്കുന്നത്? ലോകത്തിലുള്ള എല്ലാ സമരങ്ങളും ഈ CITUവിന്റെ കീഴിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കീഴിലോ അല്ലെങ്കിൽ BJPയുടെ കീഴിലോ ഒന്നും ഉണ്ടായിട്ടൊന്നുള്ളതൊന്നുമല്ല. അടിസ്ഥാനപരമായിട്ട് വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ തെരുവിലിറങ്ങും, ആ സമരം സ്നോബോൾ ചെയ്യും, ആ സമരം വിജയം കാണുകയും ചെയ്യും. അതിനോടൊപ്പം ജനവും മാധ്യമങ്ങളും നിൽക്കുകയും ചെയ്യും. മാനങ്കര മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാര്യങ്ങൾ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങളിത് സഹിക്കില്ലമ്മേ. ഇവർ പാട്ട കുലുക്കുന്നവരാണ്. കാരണം ഇവരുടെ അടുക്കൽ ക്രഷർ യൂണിറ്റുകാരോ സ്വർണ്ണക്കടക്കാരോ അല്ലെങ്കിൽ കരിമണൽ ഖനനം ചെയ്യുന്ന ഏതെങ്കിലും കർത്തന്മാരോ ഇലക്ഷൻ കമ്മീഷനിൽ പോലും കാണിക്കുന്ന അഫിഡവിറ്റ് കാണിക്കുന്ന പൈസ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് പൈസ കൊടുക്കുന്നവരാരും SUCIയുടെ കൂട്ടത്തിലില്ലെന്നേ, പാട്ട കുലുക്കുന്നവരുടെ കൂട്ടത്തിലില്ലെന്നേ. നാണമില്ല ഇളമരം കരിമന്. അത് ലേഖനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രിട്ടാസിനെ പോലെയുള്ള MP അവിടെ ഡൽഹിയിലുണ്ടല്ലോ, ആരെങ്കിലും കമാന്നൊരു അക്ഷരം ഈ ലേബർ കോഡ് മാറ്റി ലേബർ ലോ 40 എണ്ണത്തിനെ വെട്ടിച്ചുരുക്കി 4 ലേബർ കോഡാക്കി മാറ്റിയപ്പോൾ ഒരു കമാന്നൊരു അക്ഷരം ബ്രിട്ടാസിനെ പോലെയുള്ള ഏതെങ്കിലും MP ഈ പറയുന്ന CITU MP റഹീം MP ആരെങ്കിലും സംസാരിച്ചോ? ആരും സംസാരിച്ചില്ലല്ലോ. അല്ല ഇതിപ്പോ പെട്ടെന്നല്ലോ. മനസ്സിലായി തേപ്പ്. ഇനി ഈ ലേബർ കോഡിന്റെ കഥ വിനുവിന് അറിയാവോ? ഈ ലേബർ കോഡിൽ 4 ലേബർ കോഡാണ് ഉള്ളതിൽ. അതിൽ ഇൻഡസ്ട്രിയൽ ആക്ട് ഒഴികെ ബാക്കി 3 എണ്ണവും ഈ സംസ്ഥാന സർക്കാർ, ഏത് സർക്കാരാണ്? ഇടതുപക്ഷ സർക്കാർ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡ് ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആരും അറിയാതെ നൈസായിട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഞാനോ? നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ആള് മാറിയിട്ടൊന്നുമില്ല, ഈ ആള് തന്നെ. പിന്നെ വിനു, ഈ പറയുന്ന തൊഴിലാളി എന്നുള്ള വാക്ക് അദ്ദേഹം പറഞ്ഞല്ലോ, CITU നേതാവല്ലേ? ILO മീറ്റിംഗിന് പോയിട്ടുള്ള നേതാവല്ലേ? ILO കോൺഫറൻസിന് പോയിട്ടുള്ള നേതാവല്ലേ? ILOയുടെ ഡിക്ഷണറി എടുത്ത് വെച്ച് നോക്കി അറിയത്തില്ല തൊഴിലാളി എന്ന് പറഞ്ഞ ഡെഫിനേഷൻ എന്താണ്? തൊഴിലാളി എന്നുള്ള ഡെഫിനേഷൻ അദ്ദേഹത്തിന് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 15 വയസ്സിന് മുകളിൽ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനോ അവളോ തൊഴിലാളിയാണ്. ഈ ഡെഫിനേഷൻ ശ്രീ എലമളം കരിമ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ നോക്കുമ്പോൾ 24 മണിക്കൂറും ഓൺ ഡ്യൂട്ടിയിൽ വെറും 283 രൂപയ്ക്ക് തുച്ഛമായ നക്കാ പൈസയ്ക്ക് പണിയെടുക്കുന്ന ആശാ വർക്കർമാര് തൊഴിലാളികൾ തന്നെയാണ്. അവരില്ലായിരുന്നെങ്കിൽ ഇവിടെ കോവിഡ് പടർന്നേനെ, അവരില്ലായിരുന്നെങ്കിൽ ഇവിടെ നിപ്പ പടർന്നേനെ, അവരില്ലായിരുന്നെങ്കിൽ മഞ്ഞപ്പിത്തം പടർന്നേനെ, അവരില്ലായിരുന്നെങ്കിൽ ഇവിടെ നാഴിക്ക് നാപ്പോട്ടം ഉണ്ടാകുന്ന വയറിളക്കവും കൊതുക് ജന്യ രോഗങ്ങളും ഒക്കെ പടർന്നേ. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്.